തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ ആനന്ദം എന്ന് പറയുന്നത് ദൈവം മനുഷ്യനായി എന്നുള്ളതല്ലേ? മനുഷ്യാവതാര രഹസ്യം. ദൈവം മനുഷ്യനായ ഈ വലിയ രഹസ്യം നമ്മളൊക്കെ ആഘോഷിക്കുകയാണ്. ഈ ആഘോഷത്തിൻ്റെ അവസരത്തിൽ വിശുദ്ധ ഗ്രന്ഥം വളരെ ശ്രദ്ധേയമായ ഒരു ചോദ്യം നമ്മളോടൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം എന്താണെന്നറിയോ? എടോ, ഇനി നീ എന്നാണ് ഒരു നല്ല മനുഷ്യനാവുന്നത്? ചോദ്യം എന്താണ്? നീ എന്നാണ് ഒരു മനുഷ്യനാവുന്നത്? പറയുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടുമൊക്കെ വിശുദ്ധ ഗ്രന്ഥം ഉയർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, നീ എന്നാണ് ഒരു മനുഷ്യനാവുന്നത്? ഈ ചോദ്യം കേൾക്കുമ്പോൾ ചിലരുടെ ഉള്ളിൽ ചില മറുചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അച്ചോ, ഞങ്ങളൊക്കെ മനുഷ്യരല്ലേ, പിന്നെ ഞങ്ങൾ ആരാണ്? പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യങ്ങൾ ഉയർത്തുന്ന ചില സംശയങ്ങളും ആശങ്കകളും വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ചില ഉത്തരങ്ങളുമാണ് അല്പസമയം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത്. ദൈവം മനുഷ്യനായി. അങ്ങനെയെങ്കിൽ ഇനി എന്നാണ് നമ്മൾ മനുഷ്യനായി മാറുന്നത്? ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനം, സെൻറ്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 2 വേഴ്സ് 7. വചനം ഇങ്ങനെ പറയുന്നു: അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി, കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. 2-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനം പറയുന്നു: ഇതായിരിക്കും നിങ്ങൾക്കടയാളം, പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ പുൽക്കൂടിന് ഇത്രമാത്രം പ്രാധാന്യം അല്ലേ? പുൽക്കൂടിനെയൊക്കെ നമ്മൾ സ്നേഹിച്ചത് ഈ വചനത്തിൻ്റെ വെളിച്ചത്തിലാണ്. അന്ന് മുതൽ നമുക്കൊക്കെ കന്നുകാലികളും പുൽക്കൂടുമൊക്കെ വളരെ പ്രിയപ്പെട്ടതായി മാറി. സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. അപ്പോൾ അവർക്കിടം കിട്ടിയത് കന്നുകാലികളുടെ, മൃഗങ്ങളുടെ ഇടയിലാണ്. ഇടം കിട്ടേണ്ടിയിരുന്നത് മനുഷ്യരുടെ ഇടയിലാണ്. എന്നാൽ മനുഷ്യർ മൃഗത്തെ പോലെ പെരുമാറുകയും മൃഗങ്ങൾ മനുഷ്യരെ പോലെ പെരുമാറുകയും ചെയ്ത വലിയ ഒരു വൈരുദ്ധ്യം ഈ വചനത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെ ആ സത്രത്തിൽ പ്രവേശിപ്പിക്കുന്നതിന് അവർ സമ്മതിച്ചില്ല. ഈ പൂർണ്ണ ഗർഭിണി ചെന്നെത്തുന്നത് പുൽത്തൊഴുത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നത് നമ്മുടെയൊക്കെ ഉള്ളിലും ഇപ്രകാരമുള്ള ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. മൃഗങ്ങൾ മനുഷ്യരെ പോലെ പെരുമാറി, മനുഷ്യരോ മൃഗങ്ങളെപ്പോലെ പെരുമാറി. ഇത് നമ്മുടെയൊക്കെ പുറമെയുള്ള സ്വഭാവത്തെ അല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ചില സ്വഭാവ രീതികളെയാണ് കൃത്യം വ്യക്തമായി ഈ വചനം പഠിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ ഉള്ളിലും ചില മൃഗീയ വാസനകളുണ്ട്. ആ മൃഗീയ വാസനകളെ നിയന്ത്രിക്കുന്നതിന് ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മളെയൊക്കെ ക്ഷണിക്കുകയാണ്. നമ്മളൊക്കെ അല്പം കൂടെ നല്ല ഒരു മനുഷ്യനാവാനുള്ള ഒരു വിളി, മനുഷ്യനിലേക്കുള്ള ദൂരം. നമ്മളൊക്കെ മനുഷ്യരല്ലേ എന്ന് ചോദിക്കുമ്പോൾ യെസ്, നമ്മളൊക്കെ മനുഷ്യരാണ്. പക്ഷേ മനുഷ്യ സ്വഭാവ രീതികൾ നമ്മളൊക്കെ ഇനിയും വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നുവെന്നുള്ളതാണ് ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളൊക്കെ കടന്നു പോകുന്നത് അത്ര സുന്ദരമായ ഒരു കാലഘട്ടത്തിലൂടെയല്ല. മഹാമാരിയുടെ വലിയ ദുരന്തങ്ങൾ പലതരത്തിൽ ഏറ്റുവാങ്ങുമ്പോൾ
ജീവിതത്തിൻ്റെ നിസ്സഹായത നമ്മളൊക്കെ തൊട്ടു മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്മസ് കാലഘട്ടം ഓർമ്മപ്പെടുത്തുന്നു, അല്പം കൂടെ മനുഷ്യത്വത്തോടുകൂടെ പെരുമാറാനുള്ള ഒരു വിളിയാണ് ക്രിസ്മസ്. ഒരു മനുഷ്യനാവാനുള്ള വിളിയാണ് ക്രിസ്മസ്. വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുമ്പോൾ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ വിഷയത്തെ കൃത്യമായി പ്രതിപാദിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ ഹെഡിങ് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്: മനുഷ്യൻ്റെ പതനം. മനുഷ്യൻ്റെ പതനം. ആദോ ഹൗവായും പാപം ചെയ്ത് മനുഷ്യൻ്റെ അവസ്ഥയിൽ നിന്നവർ പതിക്കുകയാണ്. അപ്പോൾ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മറ്റെന്തിലോ അവർ പതിക്കുകയും ഇതെങ്ങനെയെന്ന് വിശേഷിപ്പിക്കുന്നതാണ് തൊട്ടടുത്ത അധ്യായം 4-ാം അധ്യായം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം പറയുന്നത് കായേനും ആബേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ആബേൽ ബലിയർപ്പിച്ചു, കായേനാവട്ടെ മൃഗത്തെ കൊന്ന് ബലിയർപ്പിക്കുന്നതിന് പകരം മനുഷ്യനെ കൊന്നു. അതല്ലേ കായേനും ആബേലും തമ്മിലുള്ള ജീവിത ബന്ധത്തെ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത്. നമ്മൾ വായിച്ചു പോകുമ്പോൾ ശ്രദ്ധേയമായ ഒരു വചനമുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനമാണ്. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 4 വേഴ്സ് 7 വചനം പറയുന്നത്: ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. കായേൻ്റെ ഉള്ളിൽ ഉണ്ടായ മൃഗീയ വാസനയെക്കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. കായേനെ, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവില്ലേ? എന്നിട്ട് പറയുന്നത് എന്താണ്? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. നമ്മൾ ഈ പതിയിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു മൃഗം ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ആക്രമിക്കാൻ കാത്തിരിക്കുന്നു. തിന്മയെക്കുറിച്ചൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ തിന്മ ഒരു മൃഗത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്താണ് വചനം പറയുന്നത്? നിന്നിൽ അത് താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം, ഇല്ലെങ്കിൽ അത് നിന്നെ കീഴടക്കും. ഒരു ജീവി ഇങ്ങനെ കാത്തിരിക്കുന്നത് പോലെയാണ് വചനം പറയുന്നത്. ഇതാ, നിന്റെ ജീവിതത്തിൽ എപ്പോഴും ഓരോ ചുവട് വയ്ക്കുമ്പോഴും നീ ഓർത്തുകൊള്ളണം, നിന്നെ കീഴടക്കാൻ ഒരു മൃഗം പോലെ ഒരു തിന്മ എപ്പോഴും കാത്തിരിക്കുന്നു. നീ അതിനെ കീഴടക്കിയില്ലെങ്കിൽ നിന്നെ അത് കീഴടക്കും. വിശുദ്ധ ഗ്രന്ഥം ആരംഭത്തിൽ തന്നെ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്ന ഓരോ വ്യക്തിയോടും പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, മനുഷ്യ, നീ ഓർക്കണം, നിന്റെ ഉള്ളിൽ ചില മൃഗീയ വാസനകൾ പതിയിരിപ്പുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തെ എടുത്ത് ധ്യാനിച്ചു നോക്കി, ഇതെത്രയോ വ്യക്തമായ സത്യമാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേഖലയാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ ഉള്ളിൽ ചില മൃഗീയ വാസനകൾ ഒളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മളെ ക്ഷണിക്കുന്നത്, ഒരു മനുഷ്യനായിക്കൂടെ. ചിലരുടെയൊക്കെ പേര് തന്നെ അല്ലേ, വിളിപ്പേര്, ഇരട്ടപ്പേരൊക്കെ എങ്ങനെയാണ്? മൃഗത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. ചിലരെ ടൈഗർ, ചിലരെയൊക്കെ ചില പേരുകളൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. കാരണം എന്താ? കാരണം നമ്മുടെയൊക്കെ ചില സ്വഭാവങ്ങൾ മൃഗങ്ങൾക്ക് തുല്യമാണെന്ന്, അവരുടെ സ്വഭാവ രീതികൾക്ക് തുല്യമാണെന്ന് അറിഞ്ഞോ അറിയാതെയോ നമ്മളിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഒരു മലയാള സിനിമയുടെ തന്നെ പേര് മനുഷ്യമൃഗം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്, നമ്മുടെയൊക്കെ സ്വഭാവത്തിൽ തന്നെ ചില മൃഗീയ വാസനകളുണ്ട്, നമ്മളതിനെ കീഴടക്കണം, ഇല്ലെങ്കിൽ അത് നമ്മളെ കീഴടക്കും. ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മളെ എല്ലാവരെയും ക്ഷണിക്കുന്നത് ഈ വലിയ ഒരു രഹസ്യത്തെക്കുറിച്ചാണ്. ദൈവം മനുഷ്യനായി. ഇനി എന്നാണോ നമ്മൾ ഒരു നല്ല മനുഷ്യനായി മാറുന്നത്? പ്രിയപ്പെട്ട ദൈവജനമേ, യഥാർത്ഥ മനുഷ്യനാവുക എന്നുള്ളത് ഒരു വിളിയാണ്. അതിലേക്കുള്ള ദൂരം വളരെ വലുതാണ്. അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മളെ ക്ഷണിക്കുന്നത്
ഈ വില കൊടുത്തുകൊണ്ട് ഒരു യഥാർത്ഥ മനുഷ്യനാകാനുള്ള വിളിയാണ്. ഞാനൊരു ചെറിയ സംഭവം നിങ്ങളോട് പങ്കുവയ്ക്കാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു കൂട്ടായ്മയിൽ പ്രസംഗിക്കുവാൻ ക്ഷണിച്ചു. അപ്പോൾ അവരവിടെ നിന്നൊരു കാർ അയച്ചിരുന്നു. ആ കാറിൽ കയറി ഞാൻ ചെന്നു, അവരോട് വചനം പങ്കുവച്ചു. അപ്പോൾ എന്നെ കൊണ്ടുപോയ വ്യക്തി അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ നൽകിയിരുന്നു. അച്ഛാ, ക്ലാസ് കഴിയുമ്പോൾ വിളിച്ചാൽ മതി, ഞാൻ പുറത്തുണ്ടാവും. ഞാൻ ക്ലാസ് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി. ഞാൻ ഈ മൊബൈൽ നമ്പർ വിളിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ അടിക്കുന്നുണ്ട്, പക്ഷേ മൊബൈൽ എടുക്കുന്നില്ല. 10 മിനിറ്റ് കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു, മൊബൈൽ എടുക്കുന്നില്ല. ഞാൻ അസ്വസ്ഥനാകാൻ തുടങ്ങി. ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം മൊബൈൽ പിക്ക് ചെയ്തത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഉടനെ വരുന്നു. അദ്ദേഹം ഉടനെ തന്നെ വന്നു. അദ്ദേഹം ഉറങ്ങിപ്പോയിരുന്നു. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം വണ്ടിയിൽ കിടന്നുറങ്ങിപ്പോയി. 1 മണിക്കൂറോളം ക്ലാസ് കഴിഞ്ഞ് പുറത്തു നിന്ന് ഞാൻ അസ്വസ്ഥനാവുകയാണ്. ഞാൻ ആ കാറിൽ കയറി. എൻ്റെ മുഖത്ത് വളരെ അസ്വസ്ഥത പ്രകടമാണ്. വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ആ കാറിലിരിക്കുന്നു, പക്ഷെ ഞാൻ ഒരക്ഷരം മിണ്ടുന്നില്ല. ഞാൻ വളരെ അസ്വസ്ഥനാണ്. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ചില ചോദ്യങ്ങൾ വന്നു. ഇത്രയും സമയം ആ കൂട്ടായ്മയിൽ നിന്ന് ദൈവസ്നേഹത്തെക്കുറിച്ച്, കരുണയെക്കുറിച്ച്, എളിമപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ പ്രസംഗിച്ച വ്യക്തിയായ നീ തന്നെയല്ലേ ഇത്രമാത്രം അസ്വസ്ഥനായി ഈ കാറിലിരിക്കുന്നത്? എത്രയോ ശരിയായ കാര്യം പ്രസംഗിച്ചു, പക്ഷേ എൻ്റെ മനോഭാവത്തിലും പ്രവൃത്തിയിലും ഒരു തരി പോലും ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ എൻ്റെ മനുഷ്യ സ്വഭാവത്തിൻ്റെ പ്രസക്തി എന്താണ്? യാത്ര കഴിഞ്ഞ് അദ്ദേഹം എൻ്റെ സ്ഥാപനത്തിലെത്തിച്ചു. എത്തിയ സമയത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഒരല്പം പണം കൊടുത്തു. അപ്പം അദ്ദേഹം പറഞ്ഞു, വേണ്ട, കാരണം എനിക്ക് അവിടെ നൽകിക്കൊള്ളു. ഞാൻ പറഞ്ഞു, അല്ല, ഇത് കയ്യിലിരിക്കട്ടെ. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ ക്ഷമിക്കണം, ഇന്നലെ രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയിട്ടില്ല. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ചില കഷ്ടതയുടെ ദുഃഖാനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകന് രോഗം വന്നതുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നു. രാത്രി മുഴുവൻ ആശുപത്രിയുടെ വരാന്തയിലിരിക്കുകയായിരുന്നു. ഉള്ളിലുള്ള സങ്കടങ്ങളൊക്കെ അദ്ദേഹം അല്പസമയം കൊണ്ട് പങ്കുവച്ചു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും കുഞ്ഞിനോടുമൊക്കെ കരുണ വരുന്നുണ്ട്. എന്നാൽ അതിന് തൊട്ട് മുമ്പ് ഈ സ്നേഹവും കരുണയുമൊക്കെ പ്രസംഗിച്ച ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഇതൊന്നും പ്രകടമാക്കിയില്ല. ഞാനിത് പറയുന്നത് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ നമുക്കൊക്കെ കരുണ ഉള്ളിലുള്ളവരാണ്, അല്ലേ? നമുക്കൊക്കെ കരുണയും സ്നേഹവും ഒക്കെ പെട്ടെന്ന് വരും, കാരുണ്യമൊക്കെ പെട്ടെന്ന് വരും. ഇപ്പോൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രായമുള്ള ആരെങ്കിലുമൊക്കെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുവെന്ന് കണ്ടു, ഉടനെ തന്നെ നമ്മുടെ ഉള്ളിൽ കരുണ വരും. പക്ഷേ ഈ കരുണ വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മളോട് തന്നെ ചില കാര്യങ്ങൾ പറയും. സാരമില്ല, അതാരെങ്കിലും വന്ന് അവരെ സഹായിച്ചോളും, നമ്മൾ കടന്നു പോകും. പട്ടിണിയെക്കുറിച്ചും കഷ്ടപ്പാടിനെക്കുറിച്ചൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ പെട്ടെന്ന് കരുണ വരും. പെട്ടെന്ന് വലിയ സങ്കടവും ഭാരമൊക്കെ ഉണ്ടാവും. പക്ഷേ അതെത്ര സമയം നിലനിൽക്കും? ഒരു 10-15 മിനിറ്റ്. വളരെ ഷോർട്ട് ടൈം കരുണയും സ്നേഹവുമാണ് നമ്മുടെയൊക്കെ ഉള്ളിലുള്ളത്. ഒരു സിനിമ കണ്ടാൽ, ഒരു സീരിയൽ കണ്ടാൽ, അല്ലേ, ഒരു കവിത വായിച്ചാൽ, ഒരു കഥ വായിച്ചാലൊക്കെ നമ്മുടെ ഉള്ളിൽ കരുണയും സ്നേഹവും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടല്ലേ ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ ഇരുന്ന് കരയുന്നത്? കാരണം അത് കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നൊരു വികാരം എന്നുള്ളത് ഈ പ്രപഞ്ചം മുഴുവൻ ഇനി മുതൽ സ്നേഹം പങ്കുവയ്ക്കണം, കരുണ പങ്കുവയ്ക്കണം എന്നുള്ളതൊക്കെയാണ്. ശരിയാണ്, പക്ഷേ എത്ര സമയം നിലകൊള്ളും? 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ കരുണയ്ക്കുമപ്പുറം, നമ്മുടെ ഉള്ളിലുണ്ടായ ആ വികാരങ്ങൾക്കുമപ്പുറം മറ്റു ചില കാര്യങ്ങൾ വരും. യാക്കോബ് ശ്ലീഹ ഈ വിഷയത്തെക്കുറിച്ച് മനോഹരമായി തന്നെ എഴുതി വച്ചിട്ടുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം, ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 15, 15-ാം വചനം പറയുന്നു,
ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിനാവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഇതൊരു ചോദ്യമാണ്. നമ്മളൊക്കെ മിക്കവാറും ചെയ്യുന്ന നമ്മുടെയൊക്കെ സ്വഭാവത്തിലുള്ള ഒരു കാര്യം യാക്കോബ് ശ്ലീഹ എഴുതി വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നമ്മളൊക്കെ ഇപ്രകാരം ഈ കരുണയും സ്നേഹവും ഒക്കെ ആസ്വദിക്കുന്നവരാണ്, പ്രസംഗിക്കുന്നവരാണ്. ഈ പ്രസംഗത്തിലൊക്കെ ഉള്ളത് പ്രവൃത്തിയിൽ വന്നില്ലെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് യാക്കോബ് ശ്ലീഹ ആവർത്തിച്ച് പഠിപ്പിക്കുകയാണ്. അല്പസമയത്തേക്ക് മാത്രമുണ്ടാകേണ്ട വികാരമല്ല, മറിച്ച് അത് നടപ്പിൽ വരുത്താനുള്ള ഒരു തീരുമാനം. പട്ടിണിയെക്കുറിച്ചും കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെ കേട്ട് കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ കണ്ടുപിടിച്ച് അവരെ ഒന്ന് സഹായിക്കാനുള്ള തീരുമാനം, അത് മനുഷ്യത്വത്തിൻ്റെ അനന്തമായ വാസനകളെ ഇതാ പുറത്തു കൊണ്ടുവരികയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും വേണ്ട പ്രധാനപ്പെട്ട കാര്യം ക്രിസ്മസ് കാലഘട്ടത്തിൽ ഇതാ നമ്മളോട് ഈ ക്രിസ്മസ് പറയുന്നത് നമ്മളൊക്കെ ഒരു യഥാർത്ഥ മനുഷ്യനിലേക്ക് വളരേണ്ടേ എന്നുള്ള വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഇത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യവുമല്ലല്ലോ, ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, മറിച്ച് ഓരോ ദിവസവും നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം നമ്മുടെ ഉള്ളിലുള്ള അനന്തമായ നന്മകളെ തിരിച്ചറിയാനും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനുമുള്ള വലിയൊരു കൃപ ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മളിൽ നിന്ന് ഇതാ ഡിമാൻഡ് ചെയ്യുന്നതുമായ കാര്യമാണ്. ഈ വികാരങ്ങൾ നടപ്പിൽ വരുത്താൻ, അതായത് കരുണയും സ്നേഹവും സമാധാനത്തെക്കുറിച്ചും പ്രസംഗിക്കാൻ മാത്രമല്ല, അത് കേൾക്കാൻ മാത്രമല്ല, അത് പങ്കുവയ്ക്കാനുള്ള തീരുമാനം. പ്രിയപ്പെട്ട ദൈവജനമേ, സങ്കീർത്തന പുസ്തകം 73 അധ്യായം അതിൻ്റെ 21 22 തിരുവചനം, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 73 വേർഡ്സ് 21 and 22. വചനം ഇങ്ങനെ പറയുന്നു: എൻ്റെ ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, എൻ്റെ ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ ഞാൻ മൂഢനും അജ്ഞനുമായിരുന്നു. അങ്ങയുടെ മുമ്പിൽ ഞാനൊരു മൃഗത്തെപ്പോലെയുമായി തീർന്നു. നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ഈ സങ്കീർത്തന വചനം കൃത്യമായി ചില കാര്യങ്ങൾ അടിവരയിടുകയാണ്. നമ്മളൊക്കെ യഥാർത്ഥ മനുഷ്യനാവാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിഞ്ഞോ അറിയാതെയോ ഒരു മൃഗത്തെ നമ്മളൊക്കെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ആ മൃഗത്തെ പുറത്തു വരുന്ന ചില സന്ദർഭങ്ങൾ എപ്പോഴാണെന്നറിയോ? വചനം പറയുന്നത് ആത്മാവിൽ കയ്പ് നിറഞ്ഞപ്പോൾ, ഹൃദയത്തിന് മുറിവേറ്റപ്പോൾ. ഹൃദയത്തിന് മുറിവേൽക്കുക. ഹൃദയത്തിന് മുറിവേൽക്കുമോ? കൈക്ക് മുറിവേറ്റെന്ന് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് അകത്തുള്ള ഹൃദയത്തിന് മുറിവേൽക്കുന്നത്? ഹാർട്ടിന് അല്ലേ? ഹൃദയസ്തംഭനം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഹാർട്ട് അറ്റാക്ക്. ഹൃദയത്തിന് മുറിവേൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തെ നമ്മളൊക്കെ എപ്പോഴും ചിത്രീകരിക്കുന്ന സ്നേഹത്തോട് ചേർന്നല്ലേ. അപ്പം സ്നേഹബന്ധങ്ങൾക്ക് മുറിവേറ്റ് കഴിഞ്ഞാൽ എന്തായി മാറും? വചനം പറയുന്നത് ഞാൻ മൂഢനും അജ്ഞനുമായി തീർന്നു, അങ്ങയുടെ മുമ്പിൽ ഞാനൊരു മൃഗത്തെ പോലെയുമായി. മൃഗീയ വാസനകൾ നമ്മുടെയൊക്കെ സ്വഭാവത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയേ. നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്ന വികാരങ്ങൾ അത് നിഷേധാത്മക വികാരങ്ങളാണോ കൂടുതൽ, അതായത് നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ, അതോ പോസിറ്റീവായിട്ടുള്ള വികാരങ്ങളാണോ? നമ്മുടെയൊക്കെ ഉള്ളിലുള്ള നിഷേധാത്മകമായ നെഗറ്റീവ് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു തീരുമാനം നമ്മുടെയൊക്കെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു തീരുമാനമാണ്. നമ്മുടെ നിലപാടുകളെ മാറ്റിമറിക്കുന്ന തീരുമാനമാണ്. സ്നേഹം, സമാധാനം, ദയ അല്ലേ? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചൊക്കെ ഗലാത്യർക്കേത് ലേഖനത്തിൽ പറഞ്ഞിട്ടില്ല. അതെന്താണത്? അതാണ് നമ്മുടെ ഉള്ളിൽ നിത്യം നിലനിൽക്കേണ്ട സ്വഭാവ രീതികൾ. നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് ധ്യാനിക്കാം. നമ്മുടെ സ്വഭാവത്തിൽ ഉള്ളത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? നെഗറ്റീവായ വാസനകളെ അതിജീവിക്കാൻ ഈ കാലഘട്ടം നമ്മളെ ക്ഷണിക്കുകയാണ്. ദൈവം മനുഷ്യനായി
മനുഷ്യനായ ഞാൻ ഒരു യഥാർത്ഥ മനുഷ്യനാകാനുള്ള വിളിയിൽ തിരിച്ചറിയേണ്ട കാര്യം എൻ്റെ സ്വഭാവത്തിൽ നിയന്ത്രിക്കേണ്ട ചില കാര്യങ്ങളുണ്ടെന്നുള്ള വലിയ ഒരു കണ്ടെത്തലാണ്. കണ്ടെത്തിയാൽ മാത്രം പോരാ, അത് പ്രവൃത്തിയിലോട്ട് കൊണ്ടുവരാനുള്ള ഒരു തീരുമാനം, ഒരു പ്രവൃത്തിയിലോട്ട് കൊണ്ടുവരാനുള്ള തീരുമാനം. എനിക്കിങ്ങനെ ഒരു കുറവുണ്ട്, എനിക്കിങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ടെന്ന് കണ്ടെത്തിയ മാത്രം പോരാ, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാനുള്ള തീരുമാനം. കരുണയും സ്നേഹവും ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങൾ മാത്രമായിട്ട് നിൽക്കരുത്. ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലേ, വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ, ഒരു ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു അനുഭൂതിയില്ലേ, വലിയൊരു ദൈവസ്നേഹം. ശരിയാണ്, നല്ലതാണ്. പക്ഷേ അത് ദേവാലയത്തിനുള്ളിലും വചനം വായിക്കുമ്പോഴും ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴും മാത്രമല്ല, മറിച്ച് അത് കുടുംബത്തിൽ നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങളിൽ അത് കൊണ്ടുവരുമ്പോൾ, അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് അത് ശരിയായ സ്നേഹവും കരുണയുമായി മാറുന്നത്. ഇതില്ലെങ്കിൽ അതെല്ലാം അനുഭൂതികളായി മാത്രം നിലകൊള്ളും, അനുഭൂതികളായി മാത്രം. അതൊക്കെ നമുക്കിഷ്ടമാണ്, പക്ഷേ മറ്റത് കഷ്ടപ്പാടാണ്, വില കൊടുക്കേണ്ടി വരും. നമ്മുടെ കുടുംബത്തിൽ തന്നെ ഇത് ആരംഭിക്കാം. നമ്മുടെ ഓരോ ചെറിയ ചെറിയ നിലപാടുകൾ, നമ്മുടെ പെരുമാറ്റ രീതികൾ അല്പം കൂടെ ഒരു യഥാർത്ഥ മനുഷ്യനിലേക്കുള്ള ഒരു വഴി ക്രിസ്മസ് കാലഘട്ടം ക്ഷണിക്കുകയാണ്. ഒരല്പം ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഇത്രമേൽ ദുഃഖങ്ങളും ഭാരങ്ങളും വരുമോ? ഞാൻ പറയുന്നത് മഹാമാരിയെക്കുറിച്ചല്ല, മറിച്ച് അതിനേക്കാളും, അല്ലേ, കൊറോണ എന്ന വൈറസിനേക്കാളും വലിയ ചില വൈറസുകൾ നമ്മുടെയൊക്കെ കുടുംബത്തിലുണ്ട്. ചില വൈറസുകൾ നമ്മുടെ കുടുംബത്തെ കാർന്ന് തിന്നുന്നുണ്ട്. സഹോദര സ്നേഹം നശിപ്പിക്കുന്ന ചില വൈറസുകൾ, പണത്തോടുള്ള ആർത്തിയുടെ വൈറസുകൾ, ചില കാര്യങ്ങളോടുള്ള നമ്മുടെ അമിതമായിട്ടുള്ള താല്പര്യങ്ങൾ, മദ്യപാനത്തോടും തത്തുല്യമായിട്ടുള്ള ശരീരത്തെ നശിപ്പിക്കുന്ന പല കാര്യങ്ങളോടുമുള്ള നമ്മുടെ ആർത്തികൾ നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന വൈറസുകളാണ്. കോപവും നിരാശയും ദുഃഖവും തലയ്ക്കകത്ത് കൊണ്ട് നടക്കുക, ക്ഷമിക്കുകയില്ല എന്നൊക്കെയുള്ള ചില തീരുമാനങ്ങൾ കൊറോണ എന്ന വൈറസിനേക്കാൾ വലിയ വൈറസുകളാണ്. നമ്മുടെയൊക്കെ സ്വഭാവ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ ഈ കാലഘട്ടം നമ്മളെ ക്ഷണിക്കുകയാണ്. നമ്മുടെയൊക്കെ സ്വഭാവ രീതികളെ അല്പം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ദൈവമേ, സങ്കീർത്തകൻ പറയുകയാണ്, ഞാൻ മൂഢനും അജ്ഞനുമായി പോയി, അങ്ങയുടെ മുമ്പിൽ ഒരു മൃഗത്തെ പോലെയായി. ദാവീദാ പറയുന്നത്, ചെയ്ത തെറ്റിനെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടായ ദാവീദ് പറയാണ്, ദൈവമേ, ഇത്രമേൽ ദൈവസ്നേഹത്തെക്കുറിച്ച് എഴുതുന്ന ഞാൻ, പക്ഷെ എൻ്റെ സ്വഭാവത്തിൽ ചെയ്ത പാപം അത്രമേൽ വലുതാണ്. വ്യഭിചാരക്കുറ്റം മാത്രമല്ല, അതിനെ തുടർന്ന് കൊലപാതകത്തിൽ വരെ എത്തി നിൽക്കുന്ന ഈ ദാവീദാണ് പ്രഖ്യാപിക്കുന്നത് ഈ ലോകത്തോട്, ഞാനൊരു മൃഗത്തെ പോലെയായി. മൃഗത്തെ പോലെ. എന്താ പ്രത്യേകത മൃഗത്തിൻ്റെത്? അതിന് തോന്നലുകൾ, അല്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ ചിലപ്പോഴൊക്കെ നമ്മൾ ചിലരോട് ചോദിക്കത്തില്ല, നീ എന്താ അങ്ങനെ ചെയ്തേ? എനിക്കങ്ങനെ തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? തോന്നലുകളാണ്, തോന്നലുകൾ. മലയാളത്തിൽ സാധാരണ തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കുന്ന വ്യക്തി നമ്മൾ എന്ത് വിളിക്കും? തോന്നിയവാസി എന്ന് വിളിക്കുന്നത്. തോന്നിയവാസി. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കാനാണോ? അല്ല, മറിച്ച് അവൻ്റെ ഉള്ളിൽ ദൈവം നൽകിയിരിക്കുന്ന ചില കൃപകളുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ട്. ആ ഫലങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള വിളിയാണ്. നമ്മുടെയൊക്കെ ഓരോ നിലപാടിനെയും ഈ ക്രിസ്മസ് കാലഘട്ടം ചോദ്യം ചെയ്യുകയാണ്. നീ ഒരു യഥാർത്ഥ മനുഷ്യനാണോ അതോ മൃഗമാണോ? ചില സമയത്തൊക്കെ നമ്മുടെ വീട്ടിലുള്ളവരോ സുഹൃത്തുക്കളൊക്കെ ചോദിച്ചിട്ടില്ലേ, നീ എന്തൊരു മനുഷ്യനാടോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മനുഷ്യത്വത്തിന് നിരക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെയൊക്കെ ചില പ്രവൃത്തിയിൽ വന്നു, അത്രമേൽ ക്രൂരമായ ചില നിലപാടുകൾ വന്നു. മനുഷ്യത്വം അത് പ്രസംഗിച്ച് തീർക്കേണ്ടതല്ല, ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം. ഈ ശുശ്രൂഷ സമയം കർത്താവ് നമ്മളെയൊക്കെ ക്ഷണിക്കുന്നതും ഈ വലിയ മനുഷ്യത്വത്തിലേക്കുള്ള വിളിയാണ്. അതെല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. നമുക്കറിയാം, നമ്മളെല്ലാ ദിവസവും പല്ല് തേക്കുന്നവരാണ്. ഒരു ദിവസം പല്ല് തേച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വാ നാറാൻ തുടങ്ങും, മണം വരാൻ തുടങ്ങും.
എന്നതുപോലെ തന്നെ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൻ്റെ വിളി എന്നുള്ളത് യഥാർത്ഥ മനുഷ്യനിലേക്കുള്ള ഒരു യാത്രയാണെങ്കിൽ അതെല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയാനുള്ള കൃപ. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനായി. ഇനി നമ്മളെന്നാണാവോ ഒരു നല്ല മനുഷ്യനാവുന്നത്? ഈ ചോദ്യം നമ്മുടെയൊക്കെ ഹൃദയത്തിലായിക്കൊള്ളട്ടെ. ഇത് സ്വീകരിക്കാം, പ്രവൃത്തിയിലോട്ട് കൊണ്ടുവരാം. ഒരു നല്ല മനുഷ്യനായി ലോകത്തിൻ്റെ മുമ്പിൽ തെളിയിച്ചു കൊടുക്കാൻ ഈ കാലഘട്ടം നമ്മളെ ക്ഷണിക്കുന്നു. ദൈവം സമൃദ്ധമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.